ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വരെ കൊന്ത കെട്ടിയിട്ടില്ലാത്തവർക്ക് വലിയവരോ ചെറിയവരോ ആരാണെങ്കിലും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊന്തയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് 50 നന്മ നിറഞ്ഞോറിയുമേ കുരു എടുത്തു വയ്ക്കാം. 53 കേട്ടോ നമുക്ക് വേണ്ടിയത്. അപ്പം പിള്ളേരാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ. അപ്പോൾ 50 നമ്മൾ പല പല കളറായിട്ട് 10 ഓരോ സെറ്റും 10 കുരുക്കളുണ്ട്. അത് ഡിഫറെൻറ്റ് കളറിൽ നമുക്ക് എടുത്തു വയ്ക്കാം. എന്നിട്ട് 3 ബാക്കി 53-ൽ 50 നമ്മൾ 5 സെറ്റിൽ വരുന്നുള്ളല്ലോ. ബാക്കി 3 നന്മ പറഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലതാണ്. 50 ഇനി നമ്മൾക്ക് 3 നന്മ പറഞ്ഞാൽ നമ്മൾ വേറെ മാറ്റി വെച്ചു. ഇനി നമ്മൾക്ക് 6 സ്വർഗസ്വനായ പിതാവ് വേണം. അത് ഇതിനൊക്കെ ഇച്ചിരി ഷേപ്പ് മാറിയോ ഒക്കെ കളർ മാറിയോ ഇതൊക്കെ എടുക്കാം. പിന്നെ ഒരു കുരിശ് വേണം. പിന്നെ നമ്മൾക്ക് ഒരു ട്വൈൻ ഒരു ചരട് വേണം. ആ ചരട് നമുക്ക് 55 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് ബേൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ അഴിഞ്ഞു പോകാതെ ഇരിക്കും. നമ്മൾ ബേൺ ചെയ്താൽ ഇപ്പോൾ 2 അറ്റവും നമ്മൾ അഴിഞ്ഞു പോകാതെ ഇരിക്കും. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒരു തിരി പോലെ ഇങ്ങനെ ഒന്ന് വയ്ക്കുകയാണ്. പെട്ടെന്ന് ആ ബീഡ്സിൽ കൂടി നമുക്ക് കടത്തിവിടാം. ഇനി നമ്മൾക്ക് ആ ചരടിൻ്റെ മിഡിൽ ഭാഗം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു കെട്ട് കെട്ടാം. അത് വളരെ ഈസിയാണ് കേട്ടോ. ആ കെട്ട് ഞാൻ ഇനി 1-2 പ്രാവശ്യം കാണിക്കാം. അത് വെറുതെ കയ്യിലോട്ട് രണ്ട് വളയം ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് വെറുതെ വലിച്ചാൽ മതി. ഇനി ഒന്നും കൂടി പിള്ളേരാണ് കെട്ടുന്നതെങ്കിലൊക്കെ നമുക്ക് ഒന്നും കൂടി കാണിക്കാം. ഇതേപോലെ വളരെ ഈസി ആയിട്ടാണ് 2 ചുറ്റുക. എന്നിട്ട് അത് കയ്യിൽ നിന്ന് ഊരിയെടുക്കുക. എന്നിട്ട് അത് ആ ചരട് അതിൻ്റെ താഴെ കൂടി നമുക്ക് ആ ഹോളിൽ കൂടി കടത്തി വിട്ടിട്ട് ആ റിങ് നമ്മൾ ആ വളയം നമ്മൾ രണ്ടും ഓർഡറിൽ ഓർഡറിൽ വെച്ചിട്ട് വലിച്ചാൽ മതി. അത് നമുക്ക് അഴിച്ച് കളയാം അല്ലേ. ഇനി നിങ്ങൾക്ക് അതും പാടാണെങ്കിൽ ഇങ്ങനെ 2 വളയം ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ അടിയിൽ കൂടി നിങ്ങൾക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ആ ഓർഡർ കറക്റ്റായിട്ട് ഇരിക്കണം, ഫസ്റ്റ് സെക്കൻഡായിട്ട്. എന്നിട്ട് നമ്മൾ വലിച്ചാൽ മതി. ഇനി നമ്മൾക്ക് ആദ്യത്തെ സ്വർഗസ്വനായ പിതാവ് ആ മിഡിൽ പോയിൻ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ കെട്ടിലോട്ട് നമ്മൾ ഈ സ്വർഗസ്വനായ പിതാവിൻ്റെ കുരു നമ്മൾ ഇട്ടു. ഇനി നമ്മൾക്ക് 2 ലൂപ്പ് ഉണ്ടാക്കി വെച്ചു. അതിലെ കൂടി എടുത്ത് നമ്മൾ ഇതേപോലെ ആ കുരുവിനോട് അടുത്ത് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ആ കെട്ട്. സോ ഇനി വളരെ ഈസിയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 10 കുരുവും നമുക്ക് നന്മ നിറഞ്ഞ മറിയമ്മയുടെ 10 കുരു നമുക്ക് പെട്ടുപെടാന്ന് നമുക്ക് ഇങ്ങനെ കോർത്തെടുക്കാം. സോ പിള്ളേർക്കൊക്കെ ഇത് ഹോളി കമ്മ്യൂണിയനൊക്കെ സഹപാഠികൾക്ക് കൂട്ടത്തിൽ ഹോളി കമ്മ്യൂണിയൻ റിസീവ് ചെയ്യുന്ന പിള്ളേർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. ആ ഫയറൊക്കെ കത്തിക്കുമ്പോഴത്തേക്ക് ക്യാൻഡിൽ കത്തിച്ചിട്ട് പേരൻസ് ആരെങ്കിലും നിന്നാൽ മതി. അത് പിള്ളേർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ലെങ്കിൽ ബാക്കിയെല്ലാം പിള്ളേർക്ക് തന്നെ ചെയ്യാം. 10 നമ്മൾ കൗണ്ട് തെറ്റത്തില്ല. ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് പാത്രത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രെയിലോ ഒക്കെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ 10 നന്മ പറഞ്ഞു പറയുമ്പോൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു. വെറുതെ ഇങ്ങനെ നിങ്ങൾ ഇത് കുരുവും ത്രെഡും വാങ്ങിക്കുമ്പോൾ കുരുവിൻ്റെ ഹോളിനേക്കാളും ചെറിയ ഡയമീറ്റർ ആയിരിക്കണം ചരടിന് കേട്ടോ. ചരട് ഏറ്റവും വണ്ണം കുറഞ്ഞത് വാങ്ങിക്കുക നല്ലത്. ഇനി നമ്മൾക്ക് ഇതേപോലെ കെട്ടിടുക. 10 നന്മ പറഞ്ഞൊരുമയായി നമുക്ക് ഇതേപോലെ കെട്ടിയിട്ട് ആ കെട്ടിടുമ്പോഴത്തേക്ക് നമുക്കൊരു ഇച്ചിരി ഒരു കുരുവിൻ്റെ സ്ഥലം വിട്ടിട്ട് വേണം നമുക്ക് ആ കെട്ടിടാനായിട്ട്. എന്നാലേ നമുക്ക് കൊന്ത ചെല്ലുമ്പോൾ നമുക്കൊരു ഇച്ചിരി സ്പേസ് വേണമല്ലോ. ഇനി നമുക്ക് അടുത്ത സ്വർഗസ്വനായ പിതാവ് ചേർക്കാം. അപ്പം ആ മിഡിലിലെ കെട്ടിൽ നിന്ന് നമ്മൾ ഒരറ്റത്തോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ അടുത്ത സ്വർഗസ്വനായ പിതാവ് ഇട്ടു. സ്വർഗസ്വനായ പിതാവിൻ്റെ 2 കെട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്കും ആ കുരുവിനോട് അടുപ്പിച്ച് ആ കെട്ടിടണം. പിന്നെ ബാക്കി നമ്മളിങ്ങനെ കോർത്ത് പോയാൽ മതി. ഇപ്പം നമുക്ക് കണ്ടോ, ഇപ്പം നമ്മൾ ഒരു രഹസ്യമായി. അടുത്ത രഹസ്യം നമ്മൾ ഓൾമോസ്റ്റ് തീരാറായി. വേറെ കളറിട്ട് പിള്ളേർക്കൊക്കെ ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ 2 രഹസ്യം നമുക്ക് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു ഇച്ചിരി സ്പേസ് ഇടണം കേട്ടോ. 10 നന്മറിഞ്ഞോർമ്മ കഴിഞ്ഞിട്ട് ഒരു കുരുവിൻ്റെ സ്പേസ് നമ്മൾ വിട്ടിട്ട് നമ്മൾ ഈ കെട്ടാവുള്ളൂ. അന്നേരത്തേക്കും നമ്മളിങ്ങനെ കൊന്ത ചെല്ലുമ്പോൾ നമുക്കൊരു എല്ലാ കുരുക്കളും അടുപ്പിച്ചടിപ്പിച്ചിരിക്കുമ്പം ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കെട്ടുന്നത്. ഒരു ഇച്ചിരി സ്പേസ് ഇടുക.
അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഇത്രയും സ്പേസ് ഇട്ടിട്ട് നമ്മൾ ആ ചരട് കെട്ടുന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ സുദർശന പിതാവ് നമ്മളിത് ഇട്ട് കഴിഞ്ഞു. നമ്മൾ ഇത് കെട്ട് നമ്മൾ ആ കുരുവിനോട് ചേർപ്പിച്ചിട്ടു. അപ്പോൾ ഇനിയും നമുക്ക് ഇതും കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ രഹസ്യവും ആ സൈഡിലോട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പം ആ മൂന്നാമത്തെ രഹസ്യം ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എഡ്ജ് നമ്മുടെ എൻഡ് ചരടിൻ്റെ എൻഡ് തീരാറാകും. അപ്പം നമ്മൾ മൂന്നാമത്തെ രഹസ്യവും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾക്ക് 3 രഹസ്യമായി 30 നന്മ നിറഞ്ഞു പറയുമ്പോൾ 3 സ്വർഗസ്വനായ പിതാവ് ആയിക്കഴിഞ്ഞു. ഇനി നമ്മുടെ അതിൻ്റെ അറ്റം അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് വെറുതെ ഒന്ന് കെട്ടിവെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീഡ് സ്റ്റോപ്പർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ബീഡ് സ്റ്റോപ്പർ ജുവലറി മേക്കിങ്ങിനൊക്കെ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് കൊളുത്തി വെച്ചാൽ മതി. സ്റ്റോപ്പർ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കെട്ടൊന്ന് അഴിച്ചിട്ട് ഞാനത് കാണിച്ചു തരാം. അത് വളരെ വിലക്കുറഞ്ഞ ഒരു സംഗതിയാണ്, വളരെ പ്രയോജനമുള്ള ഒരു സംഗതിയാണ്. ഇതാണ് ബീഡ് സ്റ്റോപ്പർ. ഇതിങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇടയിലോട്ട് ഈ ചരട് വെച്ചാൽ കുരു ഒന്നും താഴോട്ട് ഊർന്നു പോകത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾക്ക് ചരടിൻ്റെ മിഡ് പോയിൻറ്റിലോട്ട് വരാം. എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് 10 നന്മ പറഞ്ഞു പറയുമ്പോൾ മറ്റേ സൈഡിലോട്ട് കോർക്കാം. അപ്പോൾ 3 രഹസ്യം നമുക്ക് ആയിക്കഴിഞ്ഞ് ഇനിയപ്പോൾ ഈ സൈഡിൽ നമുക്ക് 2 രഹസ്യം വന്നാൽ മതി. അപ്പോൾ 5 രഹസ്യവും ആകും. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ 10 നന്മ പറഞ്ഞു പറയുമ്പോൾ നമ്മൾ കോർക്കുക. മിഡിൽ പോയിൻറ്റിൽ നിന്ന് ചരടിൻ്റെ മറ്റേ അറ്റത്തോട്ടാണ് നമ്മൾ കോർക്കുന്നത്. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാവുന്ന ഈ ബ്യൂട്ടിഫുൾ ബീഡ്സ് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഇത് ഡോളർ സ്റ്റോറിൽ നിന്നാണ്. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാനൊക്കെ വളരെ നല്ല ഒരു ബീഡ്സാണ്. വലിയവർക്കും ഇത് ഉപയോഗിക്കാം. ഒരേ കളറിൽ തന്നെ ഇട്ടാലും മതി വലിയവർക്ക്. അപ്പം നമ്മൾ മറ്റേ അറ്റത്തോട്ട് നമ്മളെല്ലാം ആയി കഴിഞ്ഞു. അപ്പോൾ 5 രഹസ്യമായി. 4 സ്വർഗസ്വനായ പിതാവ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് വന്ന് ഇനി 2 സ്വർഗസ്വനായ പിതാവും കൂടി ഉണ്ട് നമുക്ക്. അപ്പം നമ്മൾ ഇത് വെറുതെ ഒരു ശകല സ്പേസ് നമ്മൾ മറ്റേത് ഇട്ടതുപോലെ തന്നെ ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് നമ്മൾ വെറുതെ ഇതൊന്ന് ഒറ്റ റൗണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ കോർത്തെടുക്കുക. വളരെ ഈസിയാണ്. എന്നിട്ട് അത് നല്ലതായിട്ടൊന്ന് കോർത്തെടുത്ത് നല്ലതായിട്ടൊന്ന് വലിച്ച് ടൈറ്റൻ ചെയ്യുക. അപ്പോൾ ഒരു സ്പേസ് വേണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. ആ ബീഡ് നന്മ പറഞ്ഞു പറയുമ്പോഴയുടെ ഇടയ്ക്ക് ഇച്ചിരി സ്പേസ് വേണം. എന്നിട്ട് ഇത് നല്ല ഒന്ന് വൃത്തിയായിട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് കെട്ടുക. നല്ല ടൈറ്റായിട്ട് കെട്ടുക. അപ്പോൾ ഒരറ്റം വളരെ ചെറുതാണ്. അത് നമുക്ക് പിന്നെ അത് ബേൺ ചെയ്ത് കളയാം. ആ ചെറിയ അറ്റം അതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്വർഗസ്വനായ പിതാവ് വേണം. അപ്പം നമ്മുടെ 5ാമത്തെ സ്വർഗസ്വനായ പിതാവുമായി 6 സ്വർഗസ്വനായ പിതാവാണല്ലോ നമുക്ക് വേണ്ടിയത്. അതിൻ്റെ അറ്റത്ത് എവിടെ സ്വർഗസ്വനായ പിതാവ് കണ്ടാലും നമ്മുടെ അവിടെ ഒരു ചരട് നമ്മൾക്ക് ഒരു കെട്ട് വേണം. ആ ചരട് കൊണ്ട് നമ്മളൊരു കെട്ടുണ്ടാക്കിയിട്ട് അതിനോട് ചേർപ്പിച്ച് വെക്കണം. ഇനി നമ്മൾ 3 നന്മ പറഞ്ഞോരുമേ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ 3 നന്മ പറഞ്ഞോരുമേ നമ്മൾ എടുത്തിട്ട് അടുത്ത 3 നന്മ പറഞ്ഞോരുമേ കോർക്കുക. അത് പെട്ടെന്ന് കോർക്കാമല്ലോ നമുക്ക്. ഈ 3 നന്മ പറഞ്ഞോരുമേ. അപ്പം നമ്മളെ പിള്ളേരൊക്കെ ഉണ്ടാക്കുമ്പോഴും ഞാനുണ്ടാക്കുമ്പോഴും ചിലപ്പം 10 വരും, 11 ചിലപ്പോൾ അറിയാതെ ചേർത്ത് പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്കൊക്കെ തെറ്റ് പറ്റും ചിലപ്പം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം 10 അപ്പോൾ ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ 3 നന്മറിഞ്ഞറിയുമ്പോൾ ഇട്ടു. ഇനി അവിടെയും ഒരിച്ചിരി നന്മറിഞ്ഞറി തീരുമ്പോഴത്തേക്ക് ഒരിച്ചിരി സ്പേസ് വേണം. അത് കഴിഞ്ഞിട്ട് 2 ഇതുപോലെ 2 കെട്ടിടുക. ഓർഡറിൽ ഫസ്റ്റ് സെക്കൻഡ് ഓർഡറിൽ നമ്മൾ റൗണ്ട് വെച്ചിട്ട് വലിക്കുക. ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് വലിക്കുക. ഇനി നമ്മളുടെ അടുത്ത സ്വർഗസ്വനായ പിതാവ് നമ്മൾ ചേർക്കുക. അപ്പം നമ്മുടെ 6 സ്വർഗസ്വനായ പിതാവായി. ഇനി നമുക്ക് അവിടെ 2 റിങ് വെച്ചിട്ടൊരു കെട്ടിടുക. അപ്പം നിങ്ങളെല്ലാവരും നല്ല എക്സ്പേർട്ടായിപ്പോയി കാണും ഇപ്പോൾ കെട്ടാനായിട്ട്. ഇനി നിങ്ങൾക്ക് കുരിശും കൂടി ആഡ് ചെയ്താൽ മതി. ഈ കുരിശിൻ്റെ ആ ഹോളിൽ നമ്മൾ ഇതേപോലെ ചേർക്കുക. വെറുതെ ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു കെട്ടും കൂടി
ഒരു കെട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ സാധാ കെട്ടി ഇനി നമുക്കത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് വേറൊരു കെട്ടും കൂടി നമുക്ക് അതിലേക്ക് ഇടാം. രണ്ട് കെട്ട് നമ്മൾ ഇട്ടു. അപ്പോൾ ഇനി നമുക്ക് നല്ലതായിട്ട് മുറുക്കിയിട്ട് ഈ 2 ത്രെഡും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ പിള്ളേരാണ് ചെയ്യുന്നതെങ്കിൽ പേരൻസിൻ്റെ ഗൈഡൻസ് നമുക്ക് വേണം. ഇത് കത്തിക്കുമ്പോഴത്തേക്കും മറ്റേ കെട്ടിൽ പിടിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഒരു ബബിള് പോലെ നമ്മൾ കൊണ്ടുവരണം. അതായത് ആ കെട്ടിന് നമുക്ക് അഴിഞ്ഞു പോകരുതില്ല. അപ്പോൾ അതുപോലെ അല്ല, നിങ്ങളുടെ കയ്യിൽ ചിലരൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ്, പഴയ ക്രെഡിറ്റ് കാർഡുണ്ട്, അത് വെച്ചിട്ട് ഇതിങ്ങനെ ഒപ്പും, കൈ പൊള്ളാതിരിക്കാനായിട്ട്. അല്ലെ കല്ല് കൊണ്ട് ചെയ്യാം. അപ്പം ഇത് ഇങ്ങനെ നല്ലത് സൂക്ഷിച്ച് ചെയ്താൽ മതി. അത് അല്ലെങ്കിൽ അഴിഞ്ഞു പോകരുത് കേട്ടോ. അത് അഴിഞ്ഞു പോയാൽ എല്ലാം പോകും നമ്മളുടെ. അപ്പം നമ്മുടെ കൊന്ത, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കൊന്ത ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ആ കെട്ടുന്നത് മാത്രമേ ഉള്ളൊരു സമയമുള്ളൂ. ബാക്കി എല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോളി കമ്മ്യൂണിയൻ റിസീവ് ചെയ്യുന്ന എല്ലാവരും ഈ കൊന്ത ഉണ്ടാക്കാനായിട്ട് പഠിച്ച് അവിടെ കൂട്ടത്തിൽ ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ ഗ്രേറ്റ് തിങ്ങാണിത്. അങ്ങനെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ. സോ ഇത് ബ്യൂട്ടിഫുൾ റോസറി ഈസ് റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കൊച്ചുമക്കളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാനും മറക്കല്ല കേട്ടോ. ബൈ ബൈ നൗ. അടുത്ത വീഡിയോയിൽ കാണാം.